ഹായ്, KS കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹൗസ് റെനോവേഷൻ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ വീഡിയോയിലെ നമ്മൾ കിച്ചണിൽ നടത്തിയ കുറച്ച് വർക്കുകളും പിന്നെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനുമാണ് കേട്ടോ കാണിച്ചിരുന്നത്. അതിനുശേഷം കുറച്ച് റെനോവേഷൻ വർക്കുകൾ കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയാണ് വീഡിയോ ചെയ്യണത്. വീടിൻ്റെ മുറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പേ മൊത്തത്തിലൊന്ന് മണ്ണ് നിരത്തിയിട്ട് ഒന്ന് ലെവലാക്കി എടുത്തു കേട്ടോ. ഇതിപ്പം വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഒരു അലക്കുകല്ല് കൂടി പുതുതായിട്ട് ഉണ്ടാക്കുകയാണ്. ആദ്യം ഒരു അലക്കുകല്ല് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് ഇൻ്റർലോക്ക് ചെയ്യുന്ന സമയത്തെ ഉയരം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയതൊന്ന് ഉണ്ടാക്കുകയാണ്. ആദ്യം ഞങ്ങളുടെ പറമ്പിലെ 12 തെങ്ങോളം ഉണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു നിന്നതുകൊണ്ടേ 4 തെങ്ങ് മുറിച്ചു മാറ്റേണ്ടി വന്നു. ബാക്കിലൊരു തെങ്ങിനെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒരു തടം കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനടുത്തായിട്ട് തന്നെയാണ് നമ്മൾ അലക്കുകല്ലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു അലക്കുകല്ലിൻ്റെ മുകളിലായിട്ട് തന്നെ പാത്രമൊക്കെ കഴുകാനുള്ളൊരു സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ടൈൽസ് കൂടി ഒട്ടിക്കേണ്ടതുണ്ട്. അലക്കുകല്ലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ അലക്കണ സോപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ മുൻഭാഗത്തെ 2 തെങ്ങിനും ഇതായി കാണുന്ന പോലെ തടം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അലക്കുകല്ലിൻ്റെ അടുത്ത് തന്നെ വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഷേപ്പിൽ ഒരു ടാങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളാണ് കേട്ടോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുറ്റത്തെ മണ്ണൊക്കെ ലെവൽ ചെയ്തതിന് ശേഷം ഒരു ടാങ്ക് നിറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് മുറ്റൊക്കെ നനച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം ഇവരിതാ ഈ മെഷീൻ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് അമർത്തിയെടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ അവരിത് നന്നായിട്ട് അമർത്തിയെടുക്കണത്. പിന്നെ അതിനുശേഷം 2-3 ലോഡ് ബേബി ജില്ലിയും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി ബേബി ജില്ലിയൊക്കെ നിരത്തിയതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മളെ ഇൻ്റർലോക്ക് കട്ടകൾ പാകുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനലിലെ മുൻപത്തെ വീഡിയോസ് കാണണമെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഞങ്ങളുടെ വീടും സ്ഥലവും കൂടി ആകെ 12 സെൻറ്റാണ് കേട്ടോ ഉള്ളത്. അപ്പം മൊത്തം സ്ഥലവും ഇൻ്റർലോക്ക് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ജില്ലയൊക്കെ ഒരേ ലെവലിൽ പരത്തിയതിന് ശേഷം അവർ ഇൻ്റർലോക്ക് കട്ടകൾ കൂടി പാകാൻ തുടങ്ങിയിട്ടോ. വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് തന്നെയാണ് ആദ്യം തുടങ്ങിയത്. ഈ ബ്രിക്സുകൾക്കിടയിലെ ചെറിയ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളും എന്നാണ് അവർ പറയണത്. വീടിൻ്റെ ഈ ഒരു ഭാഗത്തെ നന്നായിട്ട് പുല്ല് മുളയ്ക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തുണി വിരിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഈ ഇൻ്റർലോക്ക് കട്ടകൾ പാകുകയാണെങ്കിൽ പുല്ല് മുളയ്ക്കുന്ന ആ ശല്യം ഒഴിവാക്കാൻ പറ്റും അത്രേ. ഇപ്പോഴേ വീടിൻ്റെ ഏകദേശം 4 ഭാഗത്തും കട്ടകളൊക്കെ പാകി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ സൈഡിൽ വരുന്ന ഗ്യാപ്പൊക്കെ അവർ സിമെൻറ്റ് വെച്ചിട്ട് അടക്കിയാണ് ചെയ്യണത്. 2-3 ലോഡ് ഇൻ്റർലോക്ക് ബ്രിക്സ് വന്നു കേട്ടോ. അപ്പോൾ അവരതൊക്കെ ഇറക്കി വെക്കുകയാണേ. ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ട് കോൺട്രാക്ട് ബേസിലാണ് കേട്ടോ അവർ ഈ വർക്ക് നടത്തണത്. ഇവരുടെ കൂടെ കുറച്ച് അതിഥി തൊഴിലാളി വർക്കേഴ്സും ഉണ്ട് കേട്ടോ. ഈ വർക്കുകളൊക്കെ നടക്കണോണ്ട് തന്നെ ഇവിടെ മൊത്തം പൊടിശല്യാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ചും അതോടൊപ്പം തന്നെ പൊടിശല്യം കാരണം എനിക്ക് ജലദോഷവും പനിയൊക്കെ വന്നു കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണത്. ഇപ്പം ഏകദേശം വീടിൻ്റെ 4 ഭാഗത്തും ഇൻ്റർലോക്ക് ബ്രിക്സൊക്കെ പാകി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വീടിൻ്റെ മുൻഭാഗത്തെ ഗേറ്റിനടുത്തായിട്ട് കുറച്ച് വർക്കുകൾ കൂടി ബാക്കിയുണ്ടേ. അതിനിടയ്ക്ക് 2-3 ദിവസം പ്ലംബിംഗ് പണികളും നടന്നു കേട്ടോ. പൈപ്പും മറ്റ് ഇലക്ട്രിക്കൽ വയറുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇത് നമ്മളുടെ ജലനിധിയുടെ വാട്ടർ കണക്ഷൻ്റെ പൈപ്പാണ് കേട്ടോ. ഇതുവരെയും വെള്ളം വന്നിട്ടൊന്നുമില്ല. അവർ പൈപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഫിറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ബാക്കി വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് അവരടിച്ചു വാരി വൃത്തിയാക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു മെഷീൻ കൊണ്ട് ഒന്നുകൂടെ അടിച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതാണിപ്പം നമ്മുടെ വീടിൻ്റെ പിൻഭാഗത്തെ കാഴ്ചകൾ. ഇനിയിപ്പം വീടിൻ്റെ ഉൾഭാഗത്തെ കുറച്ച് വർക്കുകൾ കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ. വീട്ടിൽ ഈ വർക്കുകളൊക്കെ നടക്കണോണ്ട് തന്നെ നമ്മുടെ ഡോങ്കൻ്റെ വരവ് കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവനും ഫ്രണ്ട്സൊക്കെ വന്ന് ഫുഡും കഴിച്ച് പോകണതാണ്. പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, അവൻ്റെ വരവ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡോങ്കൻ എന്ന് പറഞ്ഞതേ ഞങ്ങളുടെ വീട്ടിൽ ഫുഡൊക്കെ കഴിക്കാൻ വരുന്നൊരു നായയാണ് കേട്ടോ. അപ്പോൾ അവനെ ഞാൻ എൻ്റെ മുൻപത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ളത് ഗേറ്റിൻ്റെ ഈ ഒരു മുൻഭാഗത്താണ്. അതും കൂടി അവർ റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ അത് അലക്കുകല്ലിൻ്റെ ആ ഭാഗത്തുള്ള പണികൾ കൂടി ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. ഇനിയിപ്പം വീടിൻ്റെ പിൻഭാഗത്തൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടി ഒന്ന് ടൈലൊട്ടിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് വർക്കുകൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഈ ഒരു അലക്കുകല്ലേ എൻ്റെ ഐഡിയ പ്രകാരം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കണേ. കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പം കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാമേ. ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ അലക്കേണ്ടത്. ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടത്തളാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൈപ്പിൻ്റെ കണക്ഷനും കൂടി കൊടുക്കാനുണ്ടേ. അലക്കിയ വെള്ളമൊക്കെ ഈ ഒരു ഭാഗത്തു കൂടെ വേസ്റ്റ് ടാങ്കിലേക്ക് എത്തിക്കുകയാണ് ചെയ്യണത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ടാങ്ക്. അതിനടുത്തായിട്ട് തന്നെ നമ്മുടെ പഴയ അലക്കുകല്ലും കാണാം. അപ്പോൾ ഈ ഒരു കല്ല് ഇനി ആവശ്യമില്ല കേട്ടോ. അത് നമ്മൾ മാറ്റാൻ പോവുകയാണേ. ഇത് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ മുകളിലെ റാക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെയും കൂടെ രണ്ട് വശത്തേക്കും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡോറ് വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇതാ കിച്ചണിലെ എപ്പിസോഡ് 1 ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്ത് ഇതാ ഒരു ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്ലേറ്റുകളും മറ്റും വെക്കാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ അകത്തും പുറത്തൊക്കെ പണികൾ നടന്നിരിക്കണോണ്ട് തന്നെ ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനുണ്ട്. പണികളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ. വൈകുന്നേരം ഞാനും മോളും കൂടെ ഇൻ്റർലോക്കിൻ്റെ സൈഡിൽ അവർ സിമൻറ്റ് തേച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണേ. ഇന്നത്തോടെ ഒരുവിധം വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ളത് പോളിഷിംഗ് ആണ്. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുൻഭാഗം മുതൽ പിൻഭാഗം വരെയുള്ള കാഴ്ചകൾ. ഇത് കാർ ഷെഡാണേ. അപ്പോൾ ഇനി മെയിനായിട്ട് നമ്മൾക്ക് പെയിൻറ്റിങ് പണികൾ കൂടി ബാക്കിയുണ്ടേ. എപ്പിസോഡ് 1ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയ വിശേഷങ്ങളുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.